2 ദിവസത്തിന് ശേഷം മേഘയ്ക്കും വർഷയ്ക്കും വീട്ടിലിരുന്ന് മടുത്തു. ഹോസ്പിറ്റലിലേക്കോ ഓഫീസിലേക്കോ കാല് കുത്തി പോകരുതെന്നാണ് കെട്ടിയവന്മാരുടെ ഓർഡർ. അവരിരുവരെയും കൂട്ടാതെയാണ് ഹോസ്പിറ്റലിലേക്കും ഓഫീസിലേക്കും പോയത്. വർഷയ്ക്കാണെങ്കിൽ ആ ശീതളിൻ്റെ കാര്യം ആലോചിച്ചിട്ട് വീട്ടിലിരിക്ക പുറതെയുമില്ല. കെട്ടിയവനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒരു ചെറിയ കുശുമ്പ് അത്രയേ ഉള്ളൂ. അതുകൂടാതെ അവൾ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്യാൻ നേരം എന്തോ ഒരു കള്ള ലക്ഷണം അവളുടെ മുഖത്ത് വർഷ ശ്രദ്ധിച്ചതുമാണ്. അവൾ മേഘയോട് ഇക്കാര്യം സൂചിപ്പിച്ചു. അത് കേട്ട മേഘ കാര്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കളയാം എന്ന ഉദ്ദേശത്തിൽ വർഷയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്തൊക്കെയോ പറഞ്ഞ അമ്മയുടെ അനുമതി വാങ്ങി ശങ്കറിനെ സോപ്പിട്ട് അയാളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് എത്താറായതും അവിടെ കണ്ട ഒരു കട ചൂണ്ടിക്കൊണ്ട് മേഘ ശങ്കറിനോട് പറഞ്ഞു, അച്ഛാ, ദുവാ കാണുന്ന കടയിലെ ഒന്ന് നിർത്തണേ, എനിക്ക് സിപ്പപ്പ് വാങ്ങിക്കാനാ. മേഘയുടെ പറച്ചിൽ കേട്ട് ശങ്കർ അവളെ ഒന്ന് ഇരുത്തി നോക്കി. അച്ഛാ, ഒന്നും തോന്നല്ലേ, സിപ്പപ്പ് അതൊരു വികാരമാണ്. അത് കുടിക്കാൻ പ്രായപരിധിയൊന്നുമില്ല. അച്ഛനും ട്രൈ ചെയ്ത് നോക്കാന്നേ. അച്ഛൻ്റെ 2 ആൺമക്കളും ഞങ്ങൾക്കിതൊന്നും വാങ്ങിച്ചു തരില്ലെന്ന്. 2 പേർക്കും വീട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വീട് ഓഫീസ്, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കഴിച്ചാൽ വയറ് ചീത്താവുന്ന അവർ പറയുന്നത്. വല്ലപ്പോഴും കഴിച്ചാൽ ഒന്നും പറ്റില്ലെന്നേ ഇത്തവണ വർഷയാണത് പറഞ്ഞത്. ഇത് കേട്ടതും അയാൾ ചിരിയോടെ പറഞ്ഞു, പോയി വാങ്ങിച്ചിട്ട് വാ. അച്ഛാ, ഒരു 100 മണീസ് എടുക്കാനുണ്ടാവോ? ഞങ്ങൾ എപ്പോഴും എടുത്തിട്ടില്ലെന്നേ. അവിടെ ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റും ഇല്ല. മേഘയുടെ ചോദ്യം കേട്ട അയാൾ തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് നോട്ടുകൾ അവൾക്ക് നേരെ നീട്ടി. അയ്യോ അച്ഛാ, ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല, നിങ്ങൾ എൻജോയ് ചെയ്യൂ, ഓക്കെ എന്നും പറഞ്ഞ് ഇരുവരെയും നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അത് കേട്ട വർഷയും മേഘയും വണ്ടിയിൽ നിന്നും ഇറങ്ങിയോടി. വർഷയുടെ ഓട്ടം കണ്ട അയാൾ അവളെ സ്നേഹത്തോടെ ശാസിച്ചു. അവരൊരുപാട് സിപ്പപ്പും ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ നാരങ്ങ മിഠായി, പാൽ മിഠായി, അതുപോലുള്ള കുറേ നൊസ്റ്റാൾജിക് മിഠായികളും ഒക്കെ വാങ്ങി തിരികെ അവർ വണ്ടിയിൽ കയറി. അവർ 2 പേരും നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് ഒരു സിപ്പപ്പ് കുടിപ്പിക്കുകയും ചെയ്തു. ഇരുവരെയും ഹോസ്പിറ്റലിൽ ഇറക്കി അയാൾ അവർക്ക് യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. തൻ്റെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് ഇരുവരും. ഇതുപോലുള്ള 2 കൂട്ടുകാരികളെ കിട്ടിയതിനാൽ തൻ്റെ മക്കൾക്കിടയിൽ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും അഭിപ്രായ വ്യത്യാസമോ വാക്ക് തർക്കമോ ഒന്നും ഉണ്ടാവില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിപ്പപ്പ് കൊള്ളാലോ, ചുമ്മാതല്ല പിള്ളേർ ഇതൊരു വികാരാണെന്ന് പറഞ്ഞത്. ഒരെണ്ണം വാങ്ങി കുടിച്ചാലോ? ഹേ വേണ്ട, നാണക്കേടാ. ഇനി കുറച്ച് നാൾ ഞാനായിരിക്കും അവരുടെ ഡ്രൈവർ, അതുകൊണ്ട് അപ്പോൾ കഴിക്കാം എന്നും പറഞ്ഞ് അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. വർഷയും മേഘയും സിപ്പപ്പും കുടിച്ച് SM ഗ്രൂപ്പിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി. എടി, നാള് കഴിയുന്തോറും ഈ സിപ്പപ്പിൻ്റെ സൈസിയന്മാർ കുറച്ചുകൊണ്ട് പോവുകയാണല്ലോ. മേഘ അടുത്ത പാക്കറ്റും പൊട്ടിച്ച് വായ്ക്കകത്ത് കുത്തി തിരികിക്കൊണ്ട് പറഞ്ഞു. എടിയെ, ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഫ്രിഡ്ജൊക്കെ ഉണ്ടാവുമല്ലേ, നീയേ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഫ്രിഡ്ജിൽ സേഫായി വെച്ചേക്കണം. മേഘ ബാക്കിയുള്ള സിപ്പപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയടി, അത് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന ഫ്രിഡ്ജാ. അച്ചേട്ടനെങ്ങാനും കണ്ട പിന്നെ അത് മതി. മേഘയുടെ പറച്ചിൽ കേട്ട് വർഷ അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ ഫ്രിഡ്ജിൽ വെക്കാന്ന് കരുതിയാ ഇത്രയും വാങ്ങിച്ചത്. എനിക്ക് വൈകുന്നേരം വരെ കുടിക്കാനുള്ളതാ. അല്ലേലും നിനക്കറിയാവുന്നതല്ലേ, ഈ സിപ്പപ്പ് കുടിച്ചാൽ എൻ്റെ ബുദ്ധി വികസിക്കുകയും പുതിയ പുതിയ ഐഡിയാസൊക്കെയും വരുമെന്നു. പൊന്നു, നീ എന്ത് പറഞ്ഞാലും ശരി, എന്നെ കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. പിന്നെ അമ്മു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കെട്ടിയോൻ്റെ മുന്നിൽ ഒരു കാരണവശാലും ചെന്ന് പെടരുത്. നമ്മുടെ ലക്ഷ്യം അതാണ് നമുക്ക് വലുത്. അത് മറന്ന് അങ്ങേരത്തെ റൊമാൻസിനെങ്ങാനും പോയാ എൻ്റെ വിധം മാറുവേ, മേഘ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, നിന്റെ മറുപടിക്ക് ഒരു പവർ പോരല്ലോ അമ്മുവേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല പോരെ, വർഷ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ നിനക്ക് കൊള്ളാം. അങ്ങനെ 2 പേരും സിപ്പപ്പ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒന്ന് തീർന്നാൽ ഒന്ന് എന്ന പോലെ കഴിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഏരിയയിലേക്ക് കടക്കാൻ നേരാണ് MDയുടെ ക്യാബിനുള്ളിൽ നിന്നും പുറത്തു വരുന്ന വിഹാനയും നിരഞ്ജനയും കാണുന്നത്. 2 പേരും കാര്യമായി എന്തോ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. അങ്ങനെ 2 ആളിപ്പോൾ ലിഫ്റ്റ് ഏരിയയ്ക്ക് അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ പെൺപിള്ളേരുടെ ബാല്യമങ്ങ് പകച്ചുപോയി. നീ ആ കൊടയിങ്ങ് താ, തൽക്കാലം ഈ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ എന്നും പറഞ്ഞ് മേഘ കൂടെ നിവർത്തി. 2 പേരും അതിൽ മറഞ്ഞു നിന്ന് ലിഫ്റ്റിൽ കൂടി പോവാതെ സ്റ്റെപ്പ് ഏരിയയിലേക്ക് നടന്നു. ലിഫ്റ്റും സ്റ്റെപ്പും ഏകദേശം അടുത്തടുത്താണ്. 2 പേര് ഹോസ്പിറ്റലിനകത്ത് കൂടെ ചൂടി പോകുന്നത് കണ്ട വിഹാൻ മേൽപോട്ട് കണ്ണുകൾ ഉയർത്തി പിടിച്ച് നോക്കുന്നത് കണ്ടതും നിരഞ്ജൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. എന്തുവാടാ നീ കാര്യം പറയുമ്പോൾ അട്ട നോക്കുന്നേ? അല്ല, ഇതിനകത്ത് മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഇവിടെ വട്ടന്മാരും ഉണ്ടല്ലേ, വട്ടിന് ചികിത്സിക്കുന്നത് നീ തന്നെയാ? ഇങ്ങനെ പോയാൽ വട്ടിന് ചികിത്സിക്കേണ്ടി വരും. വേറെ ആരെയല്ല, നിന്നെ തന്നെ.
നിരഞ്ജൻ കൃത്രിമ ദേഷ്യത്തോടെ അവനെ നോക്കിയപ്പോൾ വിഹാൻ നിരഞ്ജനെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് കുട പിടിച്ചു പോകുന്ന രണ്ടെണ്ണത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് കണ്ടാ പിന്നെ വട്ട് കേസ് എന്നല്ലാതെ വേറെന്ത് പറയാൻ. ശരിയാണല്ലോ, പാവങ്ങൾ ആശുപത്രി മാറി കയറിയതാവും, നീ അത് വിട് എന്നും പറഞ്ഞ് നിരഞ്ജൻ അവരിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. പക്ഷെ അതേ സ്പീഡിൽ വീണ്ടും അവരെ നോക്കി. അവൻ്റെ നോട്ടം ചെന്ന് നിന്നത് വർഷയുടെ കാലിൽ കിടക്കുന്ന സ്വർണ്ണ കൊലുസിലും. തനിക്കവൾ കുഞ്ഞുകുരുവിയെ സമ്മാനിച്ചപ്പോൾ അവൾക്ക് താൻ സമ്മാനിച്ചതാണത്. റെയർ മോഡൽ കൊലുസ്. അവളിട്ടിരിക്കുന്നത് ആംഗിൾ പാൻ്റ് ആയിരുന്നതിനാൽ സ്റ്റെപ്പ് കയറുമ്പോൾ കാൽപാദവും പാദസരമൊക്കെയും നല്ല പോലെ കാണാം. അവർ പെട്ടെന്ന് സ്റ്റെപ്പ് കയറിപ്പോയതും നിരഞ്ജൻ വിഹാൻ്റെ കൈയും പിടിച്ച് ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. പൊടുന്നനെ അവൻ്റെ കൈ 4 എന്ന നമ്പറിൽ അമർന്നു. മിക്കവാറും അവർ 4th ഫ്ലോറിലെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ നഴ്സ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക എന്നറിയാവുന്ന നിരഞ്ജൻ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി 4th ഫ്ലോറിലെ സ്റ്റെപ്പിനരികിൽ വന്നു നിന്നു. ഇതേ സമയം മേഘയും വർഷയും സ്റ്റെപ്പിൽ കൂടി 4th ഫ്ലോറിലേക്ക് കാലെടുത്തു വെച്ചു. ഹാവൂ, രക്ഷപ്പെട്ടു. എടി, നീ കുടയെടുത്തില്ലായിരുന്നു നമ്മൾ പെട്ടേനേട്ടോ. ചേട്ടനും മണ്ടന, അനിയനും മണ്ടന. മണ്ടനും പോയി പൊട്ടനും പോയി സിപ്പപ്പ് കുടിച്ചോ ഐലേസ എന്നും പറഞ്ഞ മേഘ കൂട അടച്ചതും ദേ മുന്നിൽ നിൽക്കുന്നു സിംഹവും ചെകുത്താനും. പ്രതീക്ഷിക്കാതെ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടതും രണ്ടും കിളി പോയി നിൽക്കുവാണ്. രണ്ടിൻ്റെയും വായിലാണേൽ സിപ്പപ്പും. നിരഞ്ജൻ വർഷയുടെ വായിലെ സിപ്പപ്പിൻ്റെ കവർ വലിച്ചെടുത്തു അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലിട്ടു. ഇത് കണ്ട മേഘ പെട്ടെന്ന് തൻ്റെ വായിൽ നിന്നും കവർ വലിച്ചെടുത്തു കയ്യിലെ മിഠായി കവർ അവളുടെ പിന്നിലായി ഒളിപ്പിച്ചു വെച്ചു. അത് കണ്ട നിരഞ്ജൻ അത് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ അത് അവന് നേരെ നീട്ടി. അത് തുറന്നു നോക്കിയ നിരഞ്ജൻ കവറിലെ മിഠായും ഉപ്പിലിട്ട മാങ്ങയും അച്ചാറും സിപ്പപ്പും ഒക്കെയും കണ്ടപ്പോൾ വർഷയെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ അമ്മു? അത് പിന്നെ നൊസ്റ്റാൾജിയോ? നിരഞ്ജൻ കടുപ്പിച്ച് ചോദിച്ചു. അത് പിന്നെ അച്ചുവേട്ടാ, പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ഒരു സിപ്പപ്പല്ലാതെ അവൾ വേറെ ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല. ഇതൊക്കെ എനിക്കാ. മേഘ നിഷ്കുവായി പറഞ്ഞു. തൽക്കാലം നീയും കഴിക്കണ്ട എന്നും പറഞ്ഞ് അവനത് വേസ്റ്റ് ബിന്നിൽ ഇടാൻ നേരം അവൾ അവൻ്റെ കൈയും കാലും പിടിച്ച് തിരിച്ചു വാങ്ങി. ഇതൊക്കെ കണ്ട് ചെകുത്താൻ ഒന്നും മിണ്ടാതെ മാറിൽ കൈ പിണച്ച് കെട്ടി നോക്കി നിൽക്കുന്നുണ്ട്. അല്ല, നിങ്ങളെന്താ ഇവിടെ? നിരഞ്ജൻ ഇരുവരോടായി ചോദിച്ചു. ശരിയാണല്ലോ, ഞങ്ങളെന്താ ഇവിടെ? വർഷ ഒന്നും അറിയാത്ത പോലെ തിരിച്ചു ചോദിച്ചു. ഡി കുരുവി, വിളച്ചിലെടുക്കല്ലേ? അയ്യോ അച്ചേട്ടാ, അത് പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നതാണ്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങാൻ നേരം അച്ഛൻ്റെ വണ്ടിക്ക് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. അത് ശരിയാ, എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എനിക്കും തോന്നി. എന്നിട്ട് നിരഞ്ജൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ ഇറങ്ങിക്കോ, ഞാൻ വണ്ടി ഷോറൂമിൽ വെക്കുവാണെന്ന്. പുതിയ വണ്ടിയാണല്ലോ, അതാ ഷോറൂമിൽ വെച്ചത്. വർഷ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ? ഇത്തവണ വിഹാനാണത് ചോദിച്ചത്. അത് അച്ഛൻ്റെ വണ്ടിയിലിരിപ്പുണ്ട്. അല്ലെങ്കിൽ അതൊക്കെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്താ കണ്ണേട്ടായത്? മേഘ അത് പറഞ്ഞതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കി. അച്ചു, ഇവരെ കള്ളം പറയുക, ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നും പറഞ്ഞ് വിഹാൻ അച്ഛനെ കോൾ ചെയ്തു. മറുതലക്കൽ അച്ഛൻ്റെ ശബ്ദം കേട്ടതും വിഹാൻ എന്തേലും പറയുന്നതിന് മുന്നേ മേഘ ഫോൺ പിടിച്ച് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ അച്ഛൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നതാണെന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങാൻ നേരം അച്ഛൻ്റെ വണ്ടി കേടായി അച്ഛൻ ഞങ്ങൾ ഇവിടെ ഇറക്കി വണ്ടി ഷോറൂമിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ടേ ഈ കണ്ണേട്ടനും അച്ചുവേട്ടനും വിശ്വസിക്കുന്നില്ലെന്ന്. അത്രയും പറഞ്ഞ് മേഘ നിഷ്കുവായി ഫോൺ വിഹാന് തിരികെ കൊടുത്തു. എടി നിൻ്റെ ഒരു ബുദ്ധിയെ, വർഷ പതുക്കെ മേഘയോട് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്, സിപ്പപ്പ് കഴിച്ചാൽ എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന്. എക്സാമിന് പോലും ഒരക്ഷരം പഠിക്കാതെ വെറും സിപ്പപ്പ് കഴിച്ച് ഫുൾ മാർക്ക് വാങ്ങിയവളാ ഈ ഞാൻ. അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ചുമ്മാ തള്ളല്ലേ പൊന്നു. രണ്ടുപേരും പിറുപിറുക്കുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചിരുന്നു. വിഹാൻ അച്ഛനോട് കാര്യം തിരക്കിയപ്പോൾ അച്ഛൻ പറയുക പിള്ളേര് പറഞ്ഞതൊക്കെയും സത്യമാണെന്ന്. ശരിയെന്ന് പറഞ്ഞ് വിഹാൻ കോൾ അവസാനിപ്പിച്ചു. കണ്ണാ, അച്ഛൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, കള്ളിമാർക്ക് ബിരിയാണി വിളമ്പെന്ന് അച്ഛനോട് ചോദിച്ചാൽ അല്ലെന്ന് പറയുമോ? അവർ ഷോപ്പിങ്ങിന് പോകുന്നതാണെന്ന്. അച്ഛനിപ്പോൾ നമ്മളെക്കാളും വലുതേ ഇവരാണ്. വിഹാൻ രണ്ടുപേരെയും ഒന്നിരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. യല്ലോ, മക്കളാണെന്ന് പറഞ്ഞ് നടന്നിട്ടേ ഒരു കാര്യമില്ല. ആ പാവത്തിന് സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സുണ്ട്. മക്കളിൽ നിന്നും അത് കിട്ടുന്നില്ല. പകരം മരുമക്കൾ അത് വാരിക്കോരി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അച്ഛൻ സ്നേഹം ഇങ്ങോട്ടും വാരിക്കോരി തന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞ് വർഷ മേഘയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് മെല്ലെ നടന്നു. നഴ്സ് സ്റ്റേഷനുള്ളിലേക്ക് കയറിയ മേഘ പിന്നിൽ കൂടി ചെന്ന് ശ്വേതയുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. വർഷാണോ? ശ്വേത മേഘയുടെ കയ്യൊക്കെയും തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. വർഷല്ല, മഹി ഡോക്ടറാ.
മേഘ, നീ കൈയെടുത്തേ, എനിക്ക് മനസ്സിലായി മേഘ തന്നെയാ. കൈയെടുക്കടി. അന്നേരം മേഘ തൻ്റെ കൈ പിൻവലിച്ചു. അപ്പോഴേക്കും ശ്വേത മേഘയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു. രണ്ടുപേരും പരസ്പരം പുണർന്ന് സ്നേഹപ്രകടനം നടത്തി. വർഷയും മേഘയും ശ്വേതയും ഇപ്പോൾ നല്ല കൂട്ടാണ്. പരസ്പരം എല്ലാം തുറന്നു പറയും. ഇരുവരും കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ശ്വേത മേഘയുടെ കാതിൽ പതുക്കെ പറയുന്നത്, നിന്റെ ഫസ്റ്റ് നൈറ്റ് വിശേഷങ്ങളൊക്കെയും പറയടി, ഞാനേ കേട്ടിട്ട് കുളിര് കോരട്ടെന്നേ. ശ്വേത പറഞ്ഞത് കേട്ടതും മേഘയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആരോടേലും പറയാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെയും? അയ്യേ, ചെകുത്താൻ്റെ റൊമാൻസ് എങ്ങാനും ഇവരോട് വിളമ്പിയെന്ന് അങ്ങേരറിഞ്ഞ ആളെന്നെ പ്രാഗി കൊല്ലും. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെഡ്റൂം റൊമാൻസ് ഒരിക്കലും മറ്റാരോടും ഷെയർ ചെയ്യാൻ പാടില്ലെന്ന്. അമ്മോനോട് താൻ പറഞ്ഞാലോ എന്നുള്ള പേടിയാണ് ചെകുത്താന്. മേഘ മനസ്സിൽ ഓരോന്ന് പറയുവാണ്. അന്നത്തെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിയതും മേഘയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. അന്നേരം ശ്വേത അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, അത് പറഞ്ഞപ്പോൾ പെണ്ണിന് നാണൊക്കെയും വന്നല്ലോ. അപ്പോൾ ഒരു 1.5 ഫസ്റ്റ് നൈറ്റ് തന്നെ ആയിരുന്നു അല്ലേ? പോടി അവിടെ നിന്ന്. നീ നിന്റെ ഡോക്ടറോട് പോയി പറ, എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണെന്നും കല്യാണം പെട്ടെന്ന് വേണമെന്നും. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചേ, നീ അതോർത്ത് കുളിരുകോരി. അയ്യടെ അവൾ കുളിരുകോരാൻ നടക്കുന്നു. അയ്യേ, എനിക്ക് കല്യാണവും ഫസ്റ്റ് നൈറ്റും ഒന്നും വേണ്ടേ. പിന്നെ നീ എന്താ സന്യസിക്കാൻ പോവാണോ? നല്ല ചുള്ളൻ ഡോക്ടർ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഒരു പ്രാരാബ്ധ പുരാണം. അങ്ങേര് പറഞ്ഞല്ലോ ആഫ്റ്റർ മാരേജ് നീ നിന്റെ ഫാമിലിയെ നോക്കുന്നതിൽ ഒരു വിരോധവും ഇല്ലെന്ന്. അപ്പോഴേക്കും വർഷി അങ്ങോട്ട് വന്നു. നീ എവിടെ പോയതാ അമ്മു? ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് മഹി ഡോക്ടറെ കാണുന്നത്. അങ്ങനെ ഡോക്ടറോട് കുറച്ചു നേരം സംസാരിച്ചു. ഇന്നും മഹി ഡോക്ടറുടെ വക നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാവോ? മഹി കഴിക്കാൻ വിളിച്ചതാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. മേഘയുടെ ചോദ്യം കേട്ട് വർഷ മറുപടി പറഞ്ഞു, എന്തേ വരുന്നില്ലെന്ന് പറഞ്ഞത്? ഇന്നും പോവായിരുന്നില്ലേ? എന്നും ഇങ്ങനെ ഓസിക്ക് പുട്ടടിക്കാൻ നാണമില്ലല്ലോ രണ്ടിനും. ഒരാൾക്ക് അങ്ങേരുടെ ചെലവിൽ ബിരിയാണി കഴിക്കാം, പക്ഷെ അങ്ങേരെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് മേഘ വർഷയും ശ്വേതയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനെന്തു ചെയ്തു എന്നാ? ഇവൾക്ക് വേണ്ടി മഹി എന്നെ നിർബന്ധിച്ച് വിളിക്കുന്നതാ. ഇവളാണേൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അല്ലെങ്കിലും ഈ ഇടയായി എനിക്ക് ബിരിയാണിയോട് വല്ല കമ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാലോ. ഒരാൾ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അതും കരുതി പോകുന്നതാ. വർഷ തൻ്റെ ഭാഗം വ്യക്തമാക്കി. എന്നിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരിച്ചു ഡോക്ടർക്ക് ലഞ്ച് ഓഫർ ചെയ്തിരുന്നോ? വർഷ ചുമൽ കൂച്ചി. അയ്യേ, നീ എന്താമോ ഇങ്ങനെ? ഇതാണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? മേഘ വർഷയെ നോക്കി തമാശ രൂപേണ പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ മഹി ഡോക്ടർക്ക് ഒരു ട്രീറ്റ് കൊടുക്കുന്നു. കൂടെ ഡോക്ടറോട് ഇവളൊരു എസ്സും കൂടി പറയുന്നു. മേഘ ശ്വേതയെ നോക്കി അത് പറഞ്ഞതും ശ്വേത പറ്റില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇതാ നിന്റെ ആ ഫോണിങ് തന്നേ. എന്തിനാ? മേഘയുടെ ചോദ്യം കേട്ട് ശ്വേത ഇത്തിരി പരിഭ്രമത്തോടെ ചോദിച്ചു. നീ താടി എന്നും പറഞ്ഞ് മേഘ അവളുടെ യൂണിഫോം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. പാസ്വേഡ് പറ. നീങ്ങ് താ, ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞ് ശ്വേത മേഘയ്ക്ക് നേരെ ഫോണിനായി കൈ നീട്ടി. മഹി ഡാർലിംഗ് എന്നൊന്നും അല്ലല്ലോ നിന്റെ പാസ്വേഡ്, പിന്നെ എന്താ പറഞ്ഞ? മേഘ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനൊന്നും അല്ലെന്ന്, ഇതേ ഇത്തിരി ടഫ് വേർഡ്സ് ആണ്. സ്പെല്ലിങ് പറയുന്നതിനേക്കാൾ നല്ലത് ലോക്ക് എടുത്ത് തരുന്നതാണല്ലോ എന്ന് കരുതി പറഞ്ഞതാ എൻ്റെ പൊന്നെ. എന്നാ എടുക്കുക എന്നും പറഞ്ഞ് മേഘ അവൾക്ക് നേരെ ഫോൺ നീക്കിയതും ശ്വേത ലോക്കെടുത്ത് ഫോൺ തിരികെ മേഘയുടെ കയ്യിൽ കൊടുത്തു. ഇതിൽ മഹിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ? മേഘ ശ്വേതയോട് ചോദിച്ചു. എൻ്റെയിലൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കെന്തിനാ മഹി ഡോക്ടറുടെ നമ്പർ? ശ്വേത അവർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് വർഷ മേഘയ്ക്ക് നമ്പർ കൊടുത്തു. മേഘ ശ്വേതയുടെ ഫോണിൽ ആ നമ്പർ മഹിയേട്ടൻ എന്ന പേരിൽ സേവ് ചെയ്ത് കണ്ടതും ശ്വേത അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. മേഘ അതൊന്നും കാര്യമാക്കാതെ മഹിയുടെ നമ്പറിലേക്ക് ശ്വേതയുടെ ഫോണിൽ നിന്നും വിളിച്ചു. ശ്വേതയുടെ കയ്യിൽ മഹിയുടെ നമ്പർ ഇല്ലെങ്കിലും മഹിയുടെ കയ്യിൽ ശ്വേതയുടെ നമ്പർ ഉണ്ടായിരുന്നു. അവന് വർഷയുടെ കയ്യിൽ നിന്നും കിട്ടിയതായിരുന്നു അവളുടെ നമ്പർ. ശ്വേത എന്ന പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും മഹിയുടെ മുഖം ഒന്ന് വിടർന്നു. അവൻ പെട്ടെന്ന് ആൻസർ ബട്ടൺ അമർത്തി. ഹായ് ശ്വേത, ഹൗ ആർ യു? വാട്ട് എ പ്ലെസന്റ് സർപ്രൈസ്. ഒടുവിൽ താൻ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അല്ലേ? 2 ദിവസം തൻ്റെ അനക്കമൊന്നുമില്ലാത്തപ്പോൾ ഞാൻ കരുതി താൻ എൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തെന്ന്. താങ്ക് യു ശ്വേത, ഐ ലവ് യു ഉമ്മ. മഹി അവൾ വിളിച്ച സന്തോഷത്തിൽ ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെയും പറഞ്ഞു. ഫോൺ സ്പീക്കർ മോഡിലായിരുന്നതിനാൽ വർഷയും ശ്വേത ഇതൊക്കെയും കേട്ട് വായും പൊളിച്ച് നിൽപ്പായിരുന്നു. അയ്യേ, ഇയാൾ ഉമ്മച്ചനായിരുന്നോ? ഉമ്മ കിട്ടിയത് മേഘ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. എന്നിട്ട് ശ്വേതയോട് പതുക്കെ പറഞ്ഞു, എടി നീയാണെന്ന് കരുതി അങ്ങേരെ എനിക്ക് ഉമ്മ തന്നു. എൻ്റെ കണ്ണാ, ചെകുത്താനെങ്ങാനും അറിയണം എന്നും പറഞ്ഞ് മേഘ വീണ്ടും ഫോൺ ചെവിയോട് അടുപ്പിച്ചുകൊണ്ട് നാണം കലർന്ന സ്വരത്തിൽ വിളിച്ചു. മഹിയേട്ടാ. അവളുടെ ആ വിളിയിൽ മഹിയുടെ മുഖത്ത് ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു. ശ്വേത, എന്താ വിളിച്ചത്? മഹി വിശ്വാസം വരാതെ ചോദിച്ചു.
മഹിയേട്ടാന്ന് എന്തേ ഇഷ്ടായില്ലേ? ഇഷ്ടായി, പെരുത്തിഷ്ടായി. അല്ല, തൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു മാറ്റം പോലെ. അത് പിന്നെ എനിക്ക് ജലദോഷമായതുകൊണ്ടാ മഹിയേട്ടാ. ആണോ? എന്നിട്ട് എന്തേ ലീവ് എടുക്കാഞ്ഞത്? അത് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ മൂക്കടപ്പ് അത്രേ ഉള്ളൂ. പിന്നെ എന്തോ ഇന്ന് മഹിയേട്ടനെ കാണണമെന്നൊരു തോന്നൽ, അതുകൊണ്ട് ലീവ് എടുക്കാൻ തോന്നിയില്ല. അത് കേട്ട് മഹിയുടെ മുഖം ഒന്നുകൂടി വിടർന്നു. ഇതൊക്കെയും കേട്ട് ശ്വേത മേഘയെ തുറച്ചു നോക്കുകയാണ്. ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കിയെങ്കിലും മേഘ വിട്ടുകൊടുത്തില്ല. മഹിയേട്ടാ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ? ഇന്നത്തെ ലഞ്ച് എൻ്റെ വകയാ, മഹിയേട്ടൻ വരണം. ശരിക്കും? ഞാൻ വന്നിരിക്കും. പിന്നെ കൂട്ടിനെ ആരും വേണ്ട കേട്ടോ, നമ്മൾ മാത്രം മതി. ഞാൻ പറഞ്ഞത് ശ്വേതക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദുഷ്ടൻ. കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ട്. മഹി പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായ വർഷ പിറുപിറുത്തു. അത് പറ്റില്ല, എൻ്റെ കൂടെ വർഷയും മേഘയും കൂടി ഉണ്ടാവും. ഓഹോ, ആ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടോ? മഹി ചിരിയോടെ ചോദിച്ചു. തൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവരും പോന്നോട്ടെ. എന്നാൽ ഇതേ സമയം അവൻ്റെ തീപ്പെട്ടിക്കൊള്ളി എന്നുള്ള പ്രയോഗത്തിൽ മേഘയുടെ മുഖമൊന്ന് ചുളുങ്ങി. മഹിയേട്ടാ, തീപ്പെട്ടിക്കൊള്ളിന്ന് ആരെയാ ഉദ്ദേശിച്ചത്? മേഘ വിടാൻ തയ്യാറില്ല. താൻ ആരെയാണോ ഉദ്ദേശിച്ചത് ആ ആളെ തന്നെ. ഇഹാൻ സ്നേഹം കൊടുമ്പോൾ ഭാര്യയെ തീപ്പെട്ടിക്കൊള്ളിന്നാ വിളിക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ, ആ വഴിയിൽ അറിഞ്ഞതാ. ചെകുത്താനെ തനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. തനിക്കപ്പം മൊത്തം വിളമ്പാലേ, മേഘ മനസ്സിൽ പറഞ്ഞു. അന്നേരം വർഷ ഇതൊക്കെ കേട്ട് ചിരി അടക്കാൻ പാടുപെട്ടു. ശ്വേതാണെങ്കിൽ ഇവൾ ഇതെന്തിനുള്ള പുറപ്പാടാ എന്ന പോലെ മേഘയെ നോക്കി നിൽപ്പാണ്. എന്നാ ഞാൻ വെക്കട്ടെ മഹിയേട്ടാ, ഉച്ചക്ക് വരാതിരിക്കല്ലേ, ഞാൻ കാത്തിരിക്കും. വരൂന്നേ, എന്നാ വെച്ചോളൂ. സി യു ലേറ്റർ, ടേക്ക് കെയർ ഉമ്മ. മഹി അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എടീ, ഇതേ നിനക്ക് വീണ്ടും ഉമ്മ. ഇങ്ങനെ പോയാലേ നീ കുറേ ഉമ്മകൾ വാരിക്കൂട്ടൂട്ടോ. അങ്ങേര് തന്ന ഉമ്മകളെ ഞാൻ തിരിച്ചു തരട്ടെ, മേഘ ശ്വേതയുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയടി, എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എങ്കിൽ എൻ്റെ കൈ തന്നെ കിടന്നോട്ടെ. ഫോണിൽ കൂടി 2 ഉമ്മ കിട്ടിയെന്ന് വെച്ച് ഇപ്പോൾ എന്തോന്ന് പറ്റാൻ, മേഘ ശ്വേതയോട് പറഞ്ഞു. അയ്യേ, ഈ മഹി എന്തോന്ന്, ആരേലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉമ്മകൾ വാരിക്കോരി കൊടുക്കുമോ? ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ 2 ഉമ്മ. ഷോ, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരവും തരുമായിരിക്കും. നീ ഒന്ന് കരുതിയിരുന്നോ മോളെ? വർഷ ശ്വേതയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പാവം, സ്നേഹിക്കാൻ ആരുമില്ലാത്ത മനുഷ്യനല്ലേ, പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ പറ്റിപ്പോയതാവും. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അങ്ങേരെയാ ഇവൾ വേണ്ടെന്ന് വെക്കുന്നത്. അല്ലെങ്കിലും ഡോക്ടർ നിന്നോട് ഇത്തിരി സ്നേഹമല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ നിന്റെ വീടിൻ്റെ ആധാരമൊന്നും ചോദിച്ചില്ലല്ലോ. പാവം ഡോക്ടർ. അങ്ങേർക്ക് ഇവളല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? ഇതിപ്പോൾ എൻ്റെ കല്യാണവും കഴിഞ്ഞു പോയില്ലേ? ഇല്ലേ, പാവത്തിന് ഞാനൊരു ജീവിതം കൊടുത്തേനെ. മേഘ ശ്വേതയെ നോക്കി പ്രത്യേക താളത്തിൽ പറഞ്ഞു. ഇത് കേട്ട ശ്വേത മേഘയെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അപ്പം എല്ലാം പറഞ്ഞ പോലെ നമ്മൾ 3 പേരും കൂടി ഇന്ന് ഉച്ചയ്ക്ക് മഹി ഡോക്ടറുടെ കൂടെ ലഞ്ച് കഴിക്കുന്നു. ശ്വേത, IW പറയാൻ മറക്കല്ലേട്ടാ. മേഘ അത് പറഞ്ഞതും ശ്വേത മേഘയെ തുറച്ചു നോക്കി. അപ്പോഴാണ് അതുവഴി ശീതൽ വരുന്നത്. ദേടി വരുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ചിതൽ. വർഷ മേഘയുടെ കാതോരം പതുക്കെ പറഞ്ഞു. ശീതളിനെ കണ്ട മേഘയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമാഞ്ഞു. ഇത് വെറും ചിതലല്ല, ഭൂഗർഭ ചിതലാണ് മോളെ. മുഖം കണ്ടാൽ അറിയാം, എന്തൊക്കെയോ നിഗൂഢതകൾ ആ മുഖത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. മേഘ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. നീ ഇതിനിടയ്ക്ക് ജ്യോതിഷവും പഠിച്ചോ? ഇതിന് ജ്യോതിഷം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ മോന്ത കണ്ടാൽ അറിഞ്ഞൂടെ കള്ളന് കഞ്ഞി വെക്കുന്നവളാണെന്ന്? എടി, ഇത് ശീതളും കൂന്തളൊന്നും അല്ല, ഇത് അവളാ. തവളയോ? വർഷ ചിരിയോടെ ചോദിച്ചു. തവളയല്ല, പാമ്പ്. എടി, ഇതാ വേണിയാ, വേണി ഗോപിനാഥ്. നിന്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന പിശാശ് വേണിയാണോ? ആന്നേ. അല്ല, ഇവളെപ്പോ ശീതളായി? കൊമേഴ്സ് പഠിച്ച ഇവളെങ്ങനെ ഇവിടുത്തെ നേഴ്സായി? ഇതിലെന്തോ ചതിയുണ്ട്. പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവളാണ്. അതാണല്ലോ എന്നെ ചതിച്ച് പലതും നേടിയത്. നിങ്ങളിവിടെ നിൽക്ക്, ഞാനേ ഒന്ന് മുട്ടിയിട്ട് വരാം എന്നും പറഞ്ഞ് മേഘ അവിടെ നിന്ന് മെല്ലെ നടന്നു നീങ്ങി. മേഘ ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുന്നതിനിടയിൽ മനഃപൂർവ്വം ശീതളിൻ്റെ ദേഹത്ത് തട്ടി. പ്രതീക്ഷിക്കാതെയുള്ള ആ പ്രവൃത്തിയിൽ ശീതളിൻ്റെ കയ്യിലുണ്ടായിരുന്ന പിൽ ബോക്സും BP മെഷീനും വേറെയും എന്തൊക്കെയോ മെഡിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെയും അതിലുണ്ടായിരുന്നു. അതൊക്കെയും താഴെ വീണു, പല ഭാഗത്തായി തെറിച്ചു. ഗ്ലാസ് ബോട്ടിലിലുണ്ടായിരുന്ന മെഡിസിൻസ് ആ വീഴ്ചയിൽ പൊട്ടിപ്പോയിരുന്നു. ഇതൊക്കെ കണ്ട് ശീതൾ ദേഷ്യത്തോടെ മേഘയുടെ നേരെ തിരിഞ്ഞു. അപ്പോഴാണ് അവൾ മേഘയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. മേഘയെ കണ്ടതും ശീതൾ ചെറുതായി ഒന്ന് പതറി. എന്നാലും അത് പുറത്ത് കാണിക്കാതെ അവൾ മേഘയോട് തട്ടിക്കയറി. നിനക്കെന്താടി കണ്ണ് കണ്ടൂടെ? എല്ലാം നശിപ്പിച്ചു. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. ശീതളിൻ്റെ ആ പറച്ചിൽ മേഘയ്ക്ക് അത്രയ്ക്ക് ദഹിച്ചില്ല.
എന്നെ എടിയെന്ന് വിളിക്കുക, നീ എൻ്റെ കുഞ്ഞമ്മയാണ് അവിടെ ചെതലേ. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. ഡി, നീ ആരാടി എന്നെ പേടിപ്പിക്കാൻ? ഇത് ഹോസ്പിറ്റലോ അതോ വല്ല സത്രമാണോ? വന്നവരും പോയവരൊക്കെയും എവിടെ കിടന്ന് നിരങ്ങാൻ? ഞാൻ ആരാണെന്നേ നിനക്കറിയണല്ലേ? ഞാൻ പറഞ്ഞു തരാടി. അതിനു മുൻപേ എനിക്ക് ചിലത് അറിയണം. നീ ഇവിടെ കിടന്നിങ്ങനെ പട്ടി ഷോ ഇറക്കാൻ ഈ ഹോസ്പിറ്റൽ നിന്റെ തറവാട്ട് വകയൊന്നുമല്ലല്ലോ. നിന്റെ ഉദ്ദേശം എന്താ? ആർക്ക് വേണ്ടിയാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വേണി എന്ന നീ എങ്ങനെ ശീതളായി? നേഴ്സാണത്രേ. ആൾമാറാട്ടം നടത്തി ഇവിടുത്തെ പാവപ്പെട്ട രോഗികളെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കള്ളപ്പേരിൽ ഇവിടെ കിടന്നു കൂടിയ ആരും അറിയില്ലെന്ന് കരുതിയോ? ദൈവം എന്നൊരുത്തനെ മുകളിൽ ഇരുന്ന് ഇതൊക്കെയും കാണുന്നുണ്ട്, നീ മറന്നുപോയോ? ആരാടി നിന്നെ ഇങ്ങോട്ട് അയച്ചത്? നിനക്ക് എന്താടി അവർ തന്നത്? പണോ അതോ കൂടെ കിടക്കാനുള്ള അവസരമോ? മേഘ പറഞ്ഞത് കേട്ടത് ശീതൽ ചെറുതായി പേടിച്ചു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, മേഘ സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, നിനക്കപ്പം എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലേ? ദൈവമാണടി നിന്നെ എൻ്റെ മുന്നിൽ ഇതുപോലെ കൊണ്ടെത്തിച്ചത്. നീ പേടിക്കണ്ട, നിന്റെ കള്ളക്കളി ഇപ്പം ഞാൻ ആരോടും പറയാൻ പോണില്ല. എനിക്ക് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. പക്ഷേ അറിയാത്ത പണി ചെയ്ത് ഈ ഹോസ്പിറ്റലിനോ ഇവിടുത്തെ രോഗികൾക്കോ എന്തേലും സംഭവിച്ചാൽ നിനക്കെന്നെ അറിയാലോ, പച്ചക്ക് കത്തിക്കും ഞാൻ. കുറച്ചുനാൾ ഇനി നിനക്ക് കണ്ടൊക്കെ ശനിയാടി. നിനക്കുള്ള പണി അത് ഞാൻ തരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ ഇവിടെ കണ്ട സ്ഥിതിക്ക് നീ ഇവിടെ നിന്ന് മുങ്ങാന്നൊന്നും കരുതണ്ട. നീ ഇവിടെ നിന്ന് മുങ്ങിയ അതിൻ്റെ പിറ്റേന്ന് നിന്റെ വീട്ടിലെ പോലീസ് വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോകും. ആൾമാറാട്ടം, അതും വ്യാജ സർട്ടിഫിക്കറ്റിൽ. പാവപ്പെട്ട രോഗികളുടെ ജീവൻ വെച്ച് കളിച്ച നിനക്ക് ജാമ്യം പോലും കിട്ടില്ല. അതിൻ്റെ കൂടെ മോഷണക്കുറ്റവും ഞങ്ങൾ ആരോപിക്കും. SM ഹോസ്പിറ്റലിൽ കള്ളപ്പേരും വ്യാജ സർട്ടിഫിക്കറ്റും ഉപയോഗിച്ചു എന്തോ നിഗൂഢ ലക്ഷ്യവുമായി നേഴ്സ് ജോലിയിൽ പ്രവേശിച്ച വേണി എന്ന ശീതൽ അറസ്റ്റിൽ. കൂടാതെ ഹോസ്പിറ്റലിൽ നിന്നും പണവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേണിക്ക് അവയവ കടത്തുമായി ബന്ധമുണ്ടെന്ന് സൂചന. എങ്ങനെയുണ്ട്, കൊള്ളാലേ? പിറ്റേ ദിവസത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ നിന്റെ ഫോട്ടോ സഹിതം ന്യൂസും വരും. നീ മുട്ടാൻ നിന്നത് SM ഗ്രൂപ്പിനോടാണ്. അതുകൊണ്ടേ അവർക്ക് ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും. ഒന്ന് പോയേ മേഘ, നിന്നെ കൊണ്ടേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിവിടെ വന്നതിന് പിന്നിൽ പല ഉദ്ദേശം കാണും. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇവിടുത്തെ MD ഡോക്ടർ നിരഞ്ജനെ ഞാനങ്ങ് വലവീശി പിടിച്ചെന്നൊരുക്കും. ഡി, അതിനെ നീ ഒന്നുകൂടി ജനിക്കണം. പൊന്നാര മോളെ, ഞാനെന്ന് മനസ്സ് വെച്ചാൽ ഈ നിമിഷം കൊണ്ട് തീരും നിന്റെ ജീവിതം. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യില്ല. എനിക്ക് നിന്നോട് ചില പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. മേഘയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം വർഷയും ഷേതയും ഇതിൽ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ തമ്മിൽ നടന്ന സംസാരം ഇരുവരും കേട്ടില്ല. തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന വർഷയെ കണ്ടു ശീതൽ തൻ്റെ മുഖത്ത് ദയനീയ ഭാവം നിറച്ചു. എന്താ ഇവിടെ? വർഷ ഗൗരവത്തോടെ ചോദിച്ചു. മേഘ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ശീതൽ കരുതിയത് അവൾ ഇവിടുത്തെ വെറും സ്റ്റാഫാണെന്നാണ്. അതുകൊണ്ടാണ് മേഘ തന്നെ തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞിട്ടും അവൾ വലിയ കാര്യമാക്കാത്തത്. മേഘയെ ഇവിടെ നിന്ന് എങ്ങനെയും ഓടിക്കാം എന്നായിരുന്നു ശീതലിൻ്റെ മനസ്സിൽ. മാഡം, ഇത് കണ്ടോ? ഇവള് മനഃപൂർവ്വം തട്ടിയിട്ടതാ. എന്നിട്ട് ഒരു മര്യാദയും ഇല്ലാതെ എന്നോട് തട്ടിക്കയറുക. ഞാനാണേലും ഒരക്ഷരം മിണ്ടിയതുമില്ല. ഇവളൊക്കെ ഏതാ മാഡം? ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്? ഈ ഹോസ്പിറ്റലിൽ ഇത്തരം കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ശീതൽ പറഞ്ഞത് കേട്ടതും വർഷ ഗൗരവത്തോടെ മേഘയ്ക്ക് നേരെ തിരിഞ്ഞു. ഇവള് പറഞ്ഞത് സത്യമാണോ? നീ മനഃപൂർവ്വം ഇതൊക്കെ നശിപ്പിച്ചതാ? എന്നിട്ട് നീ ഒരു സോറി പോലും പറയാതെ ഈ ചെതിലിനോട്, അല്ല ശീതലിനോട് തട്ടിക്കയറിയോ? വർഷ ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് മേഘയോട് ഗൗരവത്തിൽ ചോദിച്ചു. അയ്യോ ഇല്ല മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവൾ നുണ പറയുന്നതാ. ഞാൻ ഈ സിസ്റ്ററിനോട് ചോദിച്ചു സർജിക്കൽ വാർഡ് ഇതാണോന്ന്. അപ്പോൾ എന്നെ ഒന്ന് തുറച്ചു നോക്കി പിന്നെ കയ്യിലുള്ള മരുന്ന് പട്ടിക്ക് എടുത്തെറിഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പം ഞാൻ അറിയാതെ ചോദിച്ചു വട്ടാണല്ലേന്ന്. അതിന് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ തെറി വിളിച്ചു. ഇതാ മാഡം നടന്നത്, മേഘ നിഷ്കുവായി പറഞ്ഞു. ശീതൽ, ഈ കുട്ടി പറയുന്നത് ശരിയാണോ? അല്ല മാഡം, ഇവൾക്കാ വട്ട്. ഇവളെ ഫ്രോഡാണ് മാഡം. ഇവളെ പിടിച്ച് പുറത്താക്കും മാഡം. ഇവളെ എനിക്ക് മുമ്പേ അറിയാം. മേഘയെക്കുറിച്ച് ശീതൽ പറഞ്ഞതൊക്കെയും കേട്ടതും വർഷ അവളുടെ മുഖത്തേക്ക് ആഞ്ഞു വീശി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേണി മേഘയോട് ചെയ്തതൊക്കെ അറിഞ്ഞപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കരുതിയിരുന്നതാ. അന്ന് അവസരം കിട്ടിയില്ലായിരുന്നു. ആ ദേഷ്യം തീർത്തതായിരുന്നു വർഷ. ഇവളോ? മാഡം ഒന്ന് വിളിക്കടി ചെതലേ. ഇവള് ഫ്രോഡാണല്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ അത് പറഞ്ഞത്? ഒരുപക്ഷെ നീ എന്നെ അങ്ങനെ വിളിച്ചിരുന്നേ ഞാനങ്ങ് ക്ഷമിച്ചേനെ. പക്ഷേ പൊന്നൂനങ്ങനെ വിളിച്ചാ ഞാനങ്ങ് ക്ഷമിച്ചെന്ന് വരില്ല. ശീതൽ അടികൊണ്ട കവിള് അമർത്തി പിടിച്ചുകൊണ്ട് വർഷയെ തുറിച്ചു നോക്കി.
ഡി ചെതലേ, ഇതാരാണെന്നറിയോ? ഡോക്ടർ നിരഞ്ജൻ ശങ്കറിൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ശങ്കർ മഹാദേവൻ്റെ രണ്ടാമത്തെ മരുമകൾ. എൻ്റെ കൂട്ടുകാരി. നിന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലേ വൈകാതെ നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. വന്നപ്പോൾ തൊട്ട് നീ ഓവർ സ്മാർട്ട്നെസ് കളിക്കുകയാണല്ലോ. ഇവിടെ എല്ലാവർക്കും നിന്നെപ്പറ്റി ഭയങ്കര കംപ്ലൈൻറ്റുമാണ്. ശീതൾ ഇതൊക്കെയും കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു. അന്നേരാണ് നിരഞ്ജൻ അങ്ങോട്ട് വരുന്നത്. മൂവരും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒച്ച വെക്കുന്നത് കണ്ടതും അവൻ അവരുടെ അരികിലേക്ക് നടന്നു. താഴെ വീണ് കിടക്കുന്ന സാധനങ്ങളൊക്കെയും കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. വീണ് കിടക്കുന്ന സാധനങ്ങൾ പെറുക്കി വെക്കാതെ അടിയിടുന്ന മൂന്നെണ്ണത്തിനെയും അവൻ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഇവിടെ? ഇതെന്താ ചന്തയോ ഇങ്ങനെ ഒച്ച വെക്കാൻ? തൻ്റെ പ്രൊഫഷനോട് 100% നീതി പുലർത്തുന്ന അവന് മെഡിസിൻസും BP മെഷീനൊക്കെ അവിടെ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം നുരഞ്ഞു പൊന്തി. ഒരു നേഴ്സായിട്ട് പോലും വർഷ അതൊന്നും ശ്രദ്ധിക്കാതെ മീൻചന്തയിലെ പെണ്ണുങ്ങളെപ്പോലെ അടികൂടുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. ഡോക്ടർ, ഇത് കണ്ടോ? ഈ മാഡം എന്നെ തല്ലി. ഈ കുട്ടി എൻ്റെ ദേഹത്ത് മനഃപൂർവ്വം ഇടിച്ചു. ഇതൊക്കെ തട്ടിയിട്ടതാ. എന്നിട്ട് ഞാനതൊന്ന് ചോദിച്ചതിന് ഈ കുട്ടി എന്നെ എന്തൊക്കെയോ പറഞ്ഞു. അത് പോരാഞ്ഞ് വർഷ മാഡം എന്നെ തല്ലുകയും ചെയ്തു. വർഷ എന്തേലും പറയുന്നതിന് മുന്നേ ശീതൾ തൻ്റെ കവിളത്ത് പതിഞ്ഞ വിരൽപ്പാടുകൾ നിരഞ്ജന് നേരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിഷ്കളങ്കമായി പറഞ്ഞു. കൂടെ എവിടുന്നോ 2 തുള്ളി കണ്ണുനീരും വരുത്തി. ശീതളിൻ്റെ മുഖത്ത് അടിയുടെ പാടുകൾ കണ്ട് നിരഞ്ജൻ ദേഷ്യത്തോടെ വർഷയെ നോക്കി. അവളാണെങ്കിൽ ഇതൊന്നും കേട്ട ഭാവം നടിക്കാതെ എങ്ങോട്ടോ മിഴികളൂന്ന് നിൽപ്പുണ്ട്. അന്നേരം നിരഞ്ജൻ്റെ ദേഷ്യം കണ്ടു മേഘയും ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. വർഷ, ഇങ്ങോട്ട് നോക്ക്. അത് കേട്ട വർഷ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവന് നേരെ മുഖം തിരിച്ചു. അവളുടെ അന്നേരത്തെ നിൽപ്പും ഭാവവും അവനിൽ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. വർഷ, നീ ശീതളിനെ അടിച്ചോ? അടിച്ചു. വർഷ ഭാവവ്യത്യാസമില്ലാതെ ഒഴുക്കം മട്ടി പറഞ്ഞു. എന്തിന്? അവൾക്കൊരു അടിയുടെ കുറവുണ്ടെന്ന് തോന്നി കൊടുത്തു. ഇത്തവണ വർഷ എങ്ങോട്ടോ മിഴികൾ ഊന്നിക്കൊണ്ട് പറഞ്ഞു. വർഷ, വൈ ആർ യു ബിഹേവിംഗ് ലൈക്ക് ദിസ്? വെൻ ഐ ഗേവ് യു സം ഫ്രീഡം യു സ്റ്റാർട്ടഡ് ടു മിസ്യൂസിങ് ഇറ്റ്. സേ സോറി ടു ഹെർ. നിരഞ്ജൻ പറഞ്ഞത് കേട്ടതും വർഷയും മേഘയും ഒരുപോലെ ഞെട്ടി. ശീതളിൻ്റെ മുഖത്താണെങ്കിൽ വിജയി ഭാവവും. ഞാൻ പറയില്ല. നിരഞ്ജൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടി വർഷ തറപ്പിച്ചു പറഞ്ഞു. വർഷ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സോറി പറ. ഇല്ല, ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അവളുടെ മുന്നിൽ വെച്ച് നിരഞ്ജൻ തന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ വർഷയ്ക്ക് അവനോട് നല്ല ദേഷ്യം തോന്നി. അവളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞതും പോരാഞ്ഞിട്ട് ഇപ്പോൾ സോറി പറയണം പോലും. എൻ്റെ പട്ടി പറയും എന്ന് മനസ്സിൽ പറഞ്ഞ് അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് വർഷ അവിടെ നിന്ന് പോയി. വർഷ പോയതും മേഘ അവിടെ നിന്ന് പരങ്ങി. നിരഞ്ജൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിയതും എന്നാ ഞാനും അങ്ങോട്ട് പൊക്കോട്ടെ എന്നും പറഞ്ഞ് മേഘ വർഷയ്ക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. ഇനിയിപ്പോൾ തന്നോടെങ്ങാനും സോറി പറയാൻ പറഞ്ഞാലോ എന്ന് കരുതി അവൾ മുങ്ങിയതാണ്. വർഷ കാണിച്ച പോലെ തനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അവരാണെങ്കിൽ കെട്ടിയോനും അല്ലേ. എൻ്റെ കാര്യം അങ്ങനെയാണോ? ഭർത്താവിൻ്റെ ചേട്ടനാണെങ്കിലും തനിക്ക് അവൻ സ്വന്തം ചേട്ടനെ പോലെയാ. അങ്ങേരോട് ഇതുവരെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുമല്ല, തൻ്റെ ചേട്ടനോട് അനുസരണക്കേട് കാണിച്ചെന്ന് ചെകുത്താൻ അറിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. തന്നെ ജീവനോട് കുഴിച്ചു മൂടിയെന്ന് വരാം. ചേട്ടൻ അത്രയ്ക്കും കാര്യമാണ് അനുജന്. മേഘ നടത്തത്തിനിടയിൽ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അവൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അമ്മൂനെ കഴിഞ്ഞ ദിവസം അപായപ്പെടുത്താൻ നോക്കിയത് ഇവൾ തന്നെ ആയിരിക്കുമോ? ഇവൾക്ക് അമ്മൂനോട് എന്തിനാ ഇത്രയും ദേഷ്യം? ഇനിയിപ്പോൾ മറ്റാർക്കോ വേണ്ടി ആയിരിക്കുമോ അവളത് ചെയ്തത്? ആർക്ക് വേണ്ടി, എന്തിന്? ഇവളുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ഇല്ലേ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഇങ്ങോട്ട് വരില്ലായിരുന്നു. SM ഗ്രൂപ്പിനോട് മുട്ടണമെങ്കിൽ ആള് നിസ്സാരക്കാരനല്ല. ഇനിയിപ്പോൾ അന്ന് കണ്ണേട്ടൻ്റെ ഫോണിലേക്ക് വന്ന അനോണിമസ് കോൾ, അതിന് പിന്നിലും ഇവർ തന്നെയാവോ? അങ്ങനെയെങ്കിൽ ഇവരുടെ ലക്ഷ്യം അച്ഛനാണ്. അച്ഛൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അച്ഛനോട് ചോദിച്ചാലോ? വേണ്ട, ഇപ്പം വേണ്ട. ആദ്യം ഇവളുടെ പ്രവൃത്തികൾ വാച്ച് ചെയ്യണം. എങ്കിലേ എന്തെങ്കിലും സൂചന കിട്ടുകയുള്ളൂ. അച്ചുവേട്ടനോട് ഇവളെ പറ്റി പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. തൽക്കാലം വേണ്ട. അവൾ ഏതുവരെ പോകുന്നു നോക്കണം. എന്തൊക്കെയോ ചിന്തിച്ചു തൻ്റെ പിറകിലൂടെ നടന്നു വരുന്ന മേഘയെ വർഷം ഒന്ന് നോക്കി. എടി, എന്തുവാടി നീ ഇങ്ങനെ ആലോചിക്കുന്നേ? പെട്ടെന്ന് വാ. വരുവാ, നീ ഒന്ന് നിന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. പിന്നെ ഇനി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടോ. വീട്ടിലൊഴികെ ബാക്കി എല്ലായിടത്തും നിന്റെ നിഴൽ പോലെ ഞാനും കാണും. നിന്നെ തനിച്ച് വിട്ടാൽ ശരിയാവില്ല. വേറെവർ യു ഗോ, ഐ വിൽ ബി ദർ. ഓക്കെ? മേഘ അത് പറയുമ്പോഴേക്കും അവൾ വർഷയുടെ അരികിൽ എത്തിയിരുന്നു. നിനക്കെന്താടി വട്ടാ? അപ്പോൾ ഇനി മുതൽ നീ എൻ്റെ ബോഡി ഗാർഡാകാൻ പോവാണോ? യെസ് മാഡം. മാഡം, നമുക്ക് പുറത്ത് പോയി ഇത്തിരി കാറ്റുകൊണ്ട് സംസാരിച്ചാലോ? ആയിക്കോട്ടെ. അല്ലെങ്കിലും ജാടക്കാരൻ്റെ ഹോസ്പിറ്റലിനുള്ളിൽ ഇരിക്കുന്നതിനേക്കാളും ഭേദം പുറത്ത് ഗാർഡൻ ബെഞ്ചിലിരുന്ന് കാറ്റുകൊള്ളുന്നത് തന്നെയാണ്. അങ്ങേരെ എനിക്ക് ഇന്നാരം പറഞ്ഞുകൊണ്ട് എൻ്റെ അരികിൽ വരുന്നത് എനിക്കൊന്ന് കാണണം.
ഞാൻ സോറി പറയണം പോലും. വർഷ ഇപ്പോഴും കലിപ്പിലാണ്. എടി നീ അത് വിട്ടില്ലേ? വിടാനോ? അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിന്ന് ലഞ്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. അയ്യോ അപ്പം ഞാനോ? ഞാൻ ആരുടെ കൂടെ പോവും? നീ നിൻ്റെ കെട്ടിയോൻ്റെ കൂടെ പോയിക്കോ. അങ്ങേരുടെ കൂടെ എൻ്റെ പട്ടി പോവും. അങ്ങേര് ആ മഹി ഡോക്ടർക്ക് പോലും എൻ്റെ ഇരട്ടപ്പേര് പറഞ്ഞു കൊടുത്തില്ലേ? മിക്കവാറും അങ്ങേര് എൻ്റെ കുറ്റം മുഴുവനും ഡോക്ടറോട് പറഞ്ഞു കാണും. ഇതിൽ പ്രതിഷേധിച്ചേ ഞാൻ ചെകുത്താനോട് പിണക്കത്തിലാണ്. അതുമല്ല, ഞാൻ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ അങ്ങേര് കട്ട് ചെയ്ത് കളഞ്ഞു. അതും 3 തവണ. എന്നാ നീയും പോര്. നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെ നിൻ്റെ വീട്ടിൽ നിൽക്കാം. 2 ദിവസം നമ്മളെ പിരിഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ഈ സ്വഭാവം നേരെ ആയിക്കോളും. വർഷ പറഞ്ഞത് ശരിയാണെന്ന് മേഘയ്ക്കും തോന്നി. കെട്ടിയന്മാരുടെ മുന്നിൽ ചുമ്മാ അങ്ങനെ താണു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ 2 പേരും വർഷയുടെ വീട്ടിലേക്ക് പോകാൻ പ്ലാനിട്ടു. കൂടെ മഹിയുടെ കൂടെ ലഞ്ച് കഴിഞ്ഞ് ഷേതയെ കൊണ്ട് മഹി ഡോക്ടറോട് ഒരു യെസ് പറയിപ്പിച്ച് അവരെ സെറ്റാക്കി എടുക്കണം. അതിനിടയിൽ മേഘ തൻ്റെ ഉള്ളിലെ സംശയങ്ങൾ വർഷയോട് പറഞ്ഞു. കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതും ഇനി എന്താണ് തങ്ങളുടെ അടുത്ത പദ്ധതിയെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു.